ലോകകപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിന് എത്തിയ കാണികളുടെ ഹൃദയം കവർന്ന് കേരളത്തിന്റെ കലാരൂപങ്ങൾ. സോമർസെറ്റ ടോണ്ടണിലെ മൈതാനത്ത് മലയാളി കൂട്ടായ്മയായ റംഗോലി റിതംസാണ് നൃത്തം അവതരിപ്പിച്ചത്. ഇംഗ്ലണ്ടിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ നിർണായക മൂന്നാം മത്സരം ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളാണ് സ്റ്റേഡിയമായ സോമർസെറ്റ് ടോണ്ടനിൽ അരങ്ങേറിയത്. കാണികൾക്ക് ആവേശം പകരുന്നതിനായി ഇന്ത്യൻ പാരമ്പര്യ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ സംഘാടകർ പ്രത്യേക അനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടോണ്ടനിലെ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്താവതരണവും ചെണ്ടമേളവുമാണ് മത്സരം കാണാനെത്തിയവരുടെ ഹൃദയം കവർന്നത്. രംഗോലി റിഥംസാണ് നൃത്തപരിപാടി അവതരിപ്പിച്ചത്. മലയാളികളായ ശാലിനി, താര, തൻസീല, ശിവാനി, ആൻ, വർഷ, അനബൽ, ഋതിക, നിതിക, അനാമിക എന്നിവർ ചേർന്നാണ് ചുവടുവെച്ചത്. തുടർന്ന് ടോണ്ടൻ ബീറ്റ് സംഘം അവതരിപ്പിച്ച വാദ്യമേളവും അരങ്ങേറി. 5 വലംതല, 5 ഇലത്താളം, 15 ചെണ്ട എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ചെണ്ടമേളത്തിന്റെ അവതരണം. 25ഓളം മലയാളികൾ ചേർന്നാണ് ചെണ്ടമേളം അവതരിപ്പിച്ചത്. പിന്നീട് മത്സരത്തിനിടെ ഇന്ത്യൻ ടീമിന് ആവേശം പകരാനായി ഗ്യാലറിയിലിരുന്ന് മലയാളി സംഘം ചെണ്ടകൊട്ടി. ഇന്ത്യൻ ടീം നായിക ഹർമൻപ്രീത് കൗർ പുറത്താകാതെ നേടിയ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 180 റൺസ് നേടിയെങ്കിലും അത് മറികടന്ന് ആതിഥേയർ വിജയം സ്വന്തമാക്കി. നിർണായക മത്സരത്തിലെ വിജയത്തോടെ 2-1 പരമ്പരയും ഇംഗ്ലണ്ട് സ്വന്തമാക്കി. എങ്കിലും ഇംഗ്ലണ്ടിലെ ഒരു ക്രിക്കറ്റ് വേദിയിൽ മലയാളത്തിന്റെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനായി എന്നതും ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ ലോകം മുഴുവൻ അത് കേൾക്കുകയും കാണുകയും ചെയ്തു എന്നതും കേരളീയർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.